ഇരുളേറിയ വഴികളിലൂടെ ദൈവത്തെ കൂടാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ നേരിടാറുണ്ടല്ലേ. ഇതുപോലെ വചനത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 21 വരെയുള്ള വചനം നാം നോക്കുമ്പോൾ അവിടെ ഒരു കഥ നമ്മൾ കാണുകയാണ്. അതിപ്രകാരമാണ്: യേശുവിനെ കൂടാതെ ഒരു ദിവസം യേശുവിൻ്റെ ശിഷ്യന്മാർ പടകിൽ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്യാനായിട്ട് ആരംഭിച്ചു. പതിയെ ഇരുട്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റിൻ്റെയും കടലിൻ്റെയൊക്കെ ആ ഒരു സ്വഭാവം മാറി വരുന്നുണ്ട്. കാറ്റ് പതിയെ അത് കൊടുങ്കാറ്റായിട്ട് മാറുന്നുണ്ട്. കടൽ ആരെയും വിഴുങ്ങുവാൻ തക്കവണ്ണമുള്ള വലിയ തിരകളായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ശിഷ്യന്മാർ വല്ലാതെ ഭ്രമിക്കുകയാണ്, വല്ലാതെ ഭയപ്പെടുകയാണ്. അവരുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ മരണഭയം അവരെ പിടികൂടുകയാണ്. പെട്ടെന്ന് യേശു ആ കടലിൻ്റെ പുറത്തൂടെ നടന്ന് ആ പടകിനോട് സമീപിക്കുകയും പടകിലേക്ക് കയറുകയും ചെയ്യുന്നു. അതിനുശേഷം ആ കാറ്റും കടലും ഒക്കെ ശാന്തമാകുന്നു. അത് യേശു അവരോടൊപ്പം വന്നപ്പോൾ ആ കാറ്റും കടലും എല്ലാം ശാന്തമാകുന്നു. അവർക്ക് വലിയൊരു ആന്തരിക സമാധാനം ലഭിക്കുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തെ മറന്ന്, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ, ദൈവത്തെ ഓർക്കാതെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കൂടാതെ എടുത്ത ഡിസിഷൻസ് ആദ്യം നമ്മളതിൽ സേഫാണെന്ന് തോന്നും, അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന വിധത്തിൽ, നമ്മളത് ശരിവയ്ക്കുന്ന വിധത്തിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് ചില വാർണിങ്സ് ഒക്കെ കിട്ടും. ദൈവത്തെ കൂടാതെയാണ് നീ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ എടുത്ത തീരുമാനം തെറ്റാണെന്ന തരത്തിലുള്ള ചില വാർണിങ്സ് ഒക്കെ കിട്ടും. പക്ഷെ അതുപോലും നമ്മൾ വകവയ്ക്കാതെ നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ പ്രതിസന്ധികൾ, വലിയ അപകടങ്ങൾ ചില സമയത്ത് നമ്മൾ ജീവിതത്തിൽ നേരിടാറുണ്ടല്ലേ. എങ്കിലൊന്ന് നമ്മൾ ജീവിതത്തിൽ പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടോയെന്ന്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതമാകുന്ന ഈ പടകിൽ, എൻ്റെ യാത്രയിൽ യേശു, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക. യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രതികൂലങ്ങളും, പ്രയാസങ്ങളും, പ്രശ്നങ്ങളും ഇവയെല്ലാം ശാന്തമാകും. ഇനി യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരത്തില്ല എന്നല്ല, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഇല്ല എന്നല്ല, എന്നും പറുദീസ എന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുമല്ല. മറിച്ച് ദൈവം, യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കൊരു ആന്തരിക സമാധാനം കാണും. ഏത് പ്രതിസന്ധിയും പ്രശ്നങ്ങളെ നേരിടാനുള്ളൊരു ശക്തി നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞൊരു കർത്താവാണ് നമ്മുടെ യേശു കർത്താവ് എന്ന് പറയുന്നത്. ആ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അവിടെ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവമില്ലാത്ത ഒരു യാത്ര, അത് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമില്ലാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുക, ദൈവത്തോടൊപ്പം നടക്കുക, ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക, മുന്നോട്ട് പോവുക. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിന് നല്ലതായിരിക്കും.